മുബഷിർ അക്ബർ കഴിഞ്ഞ നമ്മുടെ മുള്ളാവൂരിലൊക്കെ വെച്ച വലിയ കട്ടൗട്ടുകൾ ഫിഫ പോലും അവരുടെ വെബ്സൈറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. കളിയാവേശം വന്നോ മലപ്പുറത്തും? ഏത് ചാനലിൽ കാണാം? ഇതൊന്നും ഇപ്പോഴും തെളിവായിട്ടില്ല, ഇപ്പോഴും തെളിഞ്ഞങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ അപ്പോഴും ഇനി 18 ദിവസമേ ബാക്കിയുള്ളൂ. സാധാരണ ഈ സമയമാകുമ്പോഴേക്ക് നെയ്മറിനും മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒക്കെ വേണ്ടി തെരുവിലിറങ്ങേണ്ടതാണ് കട്ടൗട്ടുകളുമായി. അതെ അരുൺകുമാർ, ലോകം ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ ആവേശം ഏറ്റവും കൊടുമുടിയിലെത്തുക മലപ്പുറം ജില്ലയിൽ തന്നെയായിരിക്കും. ഫുട്ബോളിന്റെ മെക്കയായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ ലോക ഫുട്ബോളിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. മലപ്പുറത്തെ ഓരോ കവലകളും കൊടിതോരണങ്ങൾ, ഇഷ്ടപ്പെട്ട ടീമിന്റെ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ ഒരുക്കി കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം വാറങ്കോടാണ്. ഇവിടെ ടർഫിൽ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്. അവരോട് അതിനിടയിൽ അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെ ചോദിക്കാൻ തോന്നുന്നു. ഇതിപ്പോ ഇവരുടെ സെക്കൻഡ് ഹാഫ് ആണ്. നേരത്തെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി കാത്തിരുന്നതാണ്. എന്താ അവസ്ഥ ഇപ്രാവശ്യം? ആര് കപ്പടിക്കും? അർജന്റീന ഷുവർ അല്ലേ? അർജന്റീന. ഇവിടെ അർജന്റീന ഫാൻസ് മാത്രമേ ഉള്ളൂ, ബ്രസീൽ ഫാൻസ് ഒന്നുമില്ലേ? ബ്രസീൽ ഫാൻസ് ഉണ്ട്. ബ്രസീലിന്റെ പ്രതീക്ഷ എത്ര? മുങ്ങി തങ്ങി നിൽക്കണം. ഞങ്ങൾ 6ാമത്തെ കപ്പ് പ്രശ്നം നേടിയിരിക്കും എന്തായാലും, തീർച്ചയായും. ഈ കപ്പിന്റെ ചരിത്രമാണ് പല ഘട്ടങ്ങളിലും ബ്രസീലിനെ അർജന്റീനയെ തളർത്താറുണ്ട്. ഈ 2024 ഞങ്ങൾ എന്തായാലും ഞങ്ങൾ 6ാമത്തെ കപ്പ് ഞങ്ങൾ നേടിയിരിക്കും. ഇതിന്റെ സ്കോഡ് പ്രാവശ്യം ഗംഭീര സ്കോഡാണ്. അർജന്റീന പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ അർജന്റീന വളരെ ഫോം ഔട്ടാണ്. ലാലിഗ പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നെയ്മറിന്റെ അവസാനത്തെ മത്സരമാണിത്. തീർച്ചയായും ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ മെസ്സി ഉൾപ്പെടെയുള്ള ഇതിഹാസ താരങ്ങളുടെ അവസാന ലോകകപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടാവില്ലേ? വിഷമം തീർച്ചയായും ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് ബാറ്റിസ്റ്റൂട്ടിന്റെ കളി കൊണ്ട് വളർന്നു. പിന്നെ നമുക്കൊരു അർജന്റീന ടീമിൽ പിന്നെ മെസ്സിയാണ് നമുക്കൊരു ഫാനായി വന്നത്. വിരമിക്കാരണം നമുക്ക് സങ്കടമല്ലേ. പിന്നെ ഇവിടെ ഒരു അർജന്റീന ഫാൻ. എന്താ അർജന്റീന പ്രാവശ്യം തൂക്കുവോ? പിന്നെ തൂക്കാതെ. സ്പെയിനിന്റെ ഫ്രാൻസിന്റെ ഒക്കെ നല്ല സ്കോഡാണെന്ന് പറയുന്നുണ്ടല്ലോ. മെസ്സി ഉണ്ടല്ലോ, പിന്നെ എന്തിനു മേടിക്കണേ? ബ്രസീലിന്റെ പ്രതീക്ഷ. നിങ്ങൾ ഏതാ ടീം? അർജന്റീന. ഇവിടെ അർജന്റീനക്കാണോ കൂടുതൽ? ഫ്രാൻസിനൊന്നും ആരാധകരല്ലേ? സ്പെയിനാണ്. സ്പെയിനിന്റെ നല്ല ടീമല്ലേ? ലാമിൻ യമാലിനെ പോലെ നല്ല യുവമുഖങ്ങളുടെ നല്ല സ്കോഡാണ്. നിങ്ങളേതാ ടീം? ഇവിടെ ഡെൻമാർക്കിന്റെ ജേഴ്സി ഇട്ട മോനേതാ ടീം? ഇപ്രാവശ്യം ഇറക്കുന്നുണ്ടല്ലോ. പക്ഷേ നെയ്മറിന്റെ കഴിഞ്ഞ പ്രാവശ്യം നെയ്മർ തന്നെയാണ് വരെ. പക്ഷേ അർജന്റീന നേടിഞ്ഞ് ഇതോടുകൂടി അർജന്റീനക്ക് വരുന്നു. അരുൺകുമാർ, അതോടൊപ്പം ഈ ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ടർഫുകളിലും ബുക്കിംഗ് കൂടുന്നുണ്ട്. നമ്മളെ വാറങ്കോട് ടർഫിന്റെ പോലെയാണ്. എങ്ങനെ ബുക്കിംഗ് കൂടുന്നുണ്ടോ? കളി എന്തായാലും ആവേശം ഉള്ളതുകൊണ്ട് ആളുകൾ കണ്ടുപോകാനും വരുന്നുണ്ട്. കഴിഞ്ഞ ലോകത്തിലെ എല്ലാ കളിക്കാരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കാൽപന്ത് കളിയെ വരവേൽക്കാൻ മലപ്പുറത്താണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും ഒക്കെ ക്രിസ്ത്യാനോയുടെയും റൊണാൾഡോയുടെയും ഒക്കെ മെസ്സിയുടെയും നമ്മുടെ നെയ്മറിൻ്റെയും ഒക്കെ കട്ടൗട്ടുകളൊക്കെ ഉയർന്നു തുടങ്ങുകയാണ്. ഇനി 18 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഏത് ചാനലിൽ കാണാം എന്നുള്ള കാര്യത്തിൽ ഇനിയും അങ്ങോട്ട് കൃത്യത വന്നിട്ടില്ല. ഇവിടുത്തെ സ്ട്രീമിങ്ങിൻ്റെ കാര്യത്തിൽ ഫിഫയുടെ സംപ്രേഷണ മൂല്യം എന്ന് പറയുന്നത് വളരെ ഉയർന്ന തുകയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിപ്പോഴും ഒരു ഉറപ്പിലേക്ക് എത്തിയിട്ടില്ല. അത് ഏതെങ്കിലും ഒരു ഏജൻസി എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.